അതെ, നിങ്ങൾ രണ്ടാളെയും പോലെ ഞങ്ങൾക്ക് സ്പീഡിൽ നടക്കാൻ പറ്റില്ല. എനിക്ക് പ്രായത്തിന്റെ പ്രശ്നം, പിന്നെ നയനമോളുടെ കാര്യം അറിയാലോ. എനിക്ക് പതുക്കെ നടന്ന ശീലമില്ലമ്മേ. എന്നാ നിങ്ങൾ രണ്ടാളും വേഗത്തിൽ നടന്നോ. അത് വേണ്ടമ്മേ, നമുക്ക് ഒരുമിച്ച് നടക്കാം അല്ലേ? എത്ര നാളായി ഇങ്ങനെ നടന്നിട്ട്? മുമ്പ് നവ്യേച്ചിയായിട്ട് അമ്മ കൂടുതൽ നടന്നിട്ടുള്ളത്. അന്ന് ഏത് പയ്യന്മാരെ കണ്ടാലും തടഞ്ഞു നിർത്തി ചോദിക്കും, നീ ഏത് വീട്ടിലെ എന്ന്. വില കൂടിയ കാറി വരുന്നവരെ കണ്ടാ പിന്നെ പറയാൻ വേണ്ട. എന്റെ നന്ദൂട്ട, ഇതൊക്കെ ഇപ്പൊ സംസാരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ കാലമൊക്കെ അമ്മ മറന്നുപോയി. അതിലൊന്നും കാര്യമില്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അബി എന്നൊരു ദുഷ്ടൻ എന്റെ നവ്യമോളുടെ ജീവിതത്തിലേക്ക് വന്ന ശേഷം. എനിക്കിപ്പോ അതില് വിഷമമൊന്നും ഇല്ലമ്മേ. എന്റെ കാര്യം ഓർത്ത് നിങ്ങളൊക്കെ ഇങ്ങനെ സഹതപിക്കുമ്പോഴാ എനിക്ക് വിഷമം വരുന്നേ. അവനെ ഞാൻ വെറുതെ വിടത്തില്ല. ചേച്ചി ഒരു കംപ്ലൈന്റ് തന്നാ അവനെ കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ഉരുട്ടുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനുവേണ്ടി ഞാൻ കരുതിയിരിക്കുക. ആദർശേട്ടൻ കുടുംബത്തിൽ നിന്ന് പുറത്തു പോയപ്പോ അവനെ വെറുതെ എങ്കിലും ലോക്കപ്പിലിട്ട് 2 കൊടുക്കണമെന്ന് ഞാൻ കരുതിയതാ. ഇനിയും അതിനൊക്കെയുള്ള അവസരം വരും മോളെ. മോള് നോക്കിക്കോ. എന്താടാ നിനക്കൊക്കെ നേരെ നോക്കി ബൈക്ക് ഓടിക്കാൻ അറിയില്ലേ? എങ്ങനെയാ നേരെ പോകുന്നത്? അതുപോലുള്ള കളർ ഐറ്റംസ് അല്ലേ കൂടെ ഉള്ളത്. എന്നാ പിന്നെ നമുക്ക് ഈ രംഗം കൂടുതൽ കളർഫുൾ ആക്കിയാലോ അമ്മ? പിന്നെ മോള് തുടങ്ങിക്കോ മോളെ. മതി 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 മക്കളെ, മതി. വാ വാ വാ. ഞാൻ ആരാന്ന് അറിയോടാ? ആരാണെങ്കിലും സാധാരണക്കാരിയല്ലെന്ന് മനസ്സിലായി. ഈ സ്റ്റേഷനിലെ SI ആടാ. മേലാൽ സ്ത്രീകളെ ശല്യം ചെയ്തേക്കരുത് കേട്ടല്ലോ. ഇല്ല മേഡം. എടുത്തോണ്ട് പോടോ. വാടാ വാടാ. ബൈ. ദേ, ഇങ്ങനെ അനീതിക്കെതിരെ പ്രതികരിക്കുന്നവരെയാ അമ്മയ്ക്കിഷ്ടം. അപ്പൊ നമുക്ക് വിശാലമായിട്ട് അങ്ങ് നടന്നാലോ? Come on, girls. ഒരൊന്നൊന്നര ഇടിയായിരുന്നു. ഒരാഴ്ചത്തേക്ക് അവന്മാരെ എണീക്കില്ല. എനിക്ക് വയ്യ. ചേച്ചി എന്തു പറ്റി മോളെ? അമ്മ ഇങ്ങനെ തമാശ ഒന്നും പറയല്ലേ. ചേച്ചിക്ക് അധികം ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ? വെള്ളം വേണം മോക്ക്? വേണ്ട, കുഴപ്പമില്ല. എന്നൊരു കാര്യം ചെയ്യ്, നമുക്ക് കുറച്ചു നേരം അവിടെ ഇരിക്കാം. വാ ചേച്ചി, ഇതുപോലുള്ള നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തില് അപൂർവമായിട്ടേ ഉണ്ടാവും. അതുകൊണ്ടേ ഇതൊന്നും അങ്ങനെ മിസ്സാക്കണ്ട. നവീമോളെ വാ. നമുക്ക് അങ്ങോട്ട് പോയിരുന്നാലോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതെടുത്ത് പ്രൊഫൈൽ പിക്ചർ ഒന്നും ആക്കല്ലേ. ആരെങ്കിലും കണ്ടാ പ്രശ്നാ. നിന്നെ നിന്നെ അബി അവന്റെ അച്ഛനും. പരിചയക്കാര് കാണില്ലെന്ന് കരുതിയാ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ കരുതിയാ അവരും ഇങ്ങോട്ടേക്ക് വന്നത്. അത് ശരിയാ ചേച്ചി. അച്ഛനും മോനും തമ്മിലേ നല്ല ലോഹിത്തിലാ. അതവന്റെ അമ്മയ്ക്ക് അറിയില്ലാന്ന് മാത്രം. ഇനി നമുക്ക് പോണമെങ്കിലേ അവര് പോയേ പറ്റത്തുള്ളല്ലോ. അതിനെ ഒരു മാർഗമുണ്ട്. അച്ഛനെയും മോനെ ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാം. ഞാൻ നമിതയെ ഒന്ന് വിളിക്കട്ടെ. അവന്റെ അച്ഛനെ അവൻ കാണാറില്ലെന്നാ അവന്റെ അമ്മയോട് പറഞ്ഞിരിക്കുന്നെ. ആ ധാരണ അങ്ങ് തെറ്റിച്ചേക്കാം.
ആ ധാരണ ഇളയച്ചൻ തെറ്റിച്ചായിരുന്നല്ലോ. അഭിയെ അവന്റെ അച്ഛനെയും ഒരുമിച്ച് ഇളയച്ചൻ കണ്ടിട്ടല്ലേ അന്ന് അഭിയെ തല്ലിയത്. എങ്കിലും അവന്റെ അമ്മ അച്ഛന്റെ മോന്റെ ഈ കൂട്ടുകെട്ട് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അതൊന്ന് കാണട്ടെ. എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. അതെ, ഓണത്തിന് ബിസിനസ് എങ്ങനെ തിരിച്ചു പിടിക്കാൻ ആലോചിക്കായിരിക്കും. ഇനി എന്തായാലും രക്ഷയൊന്നുമില്ല. ആദർശേട്ടൻ അത്രയ്ക്ക് ഫോമിലാ. ഞാൻ അവളെ വിളിക്കട്ടെ. ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയണ്ട. നിങ്ങളുടെ മകനിപ്പോ വെള്ളയണിക്കടുത്തുള്ള പാർക്കിലുണ്ട്, കൂടെ അവന്റെ അച്ഛൻ നാഗേന്ദ്രനും. അൺനോൺ നമ്പറാണല്ലോ. ഇനി ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണോ? എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് എന്നെ കാര്യം. നമ്മൾ നഷ്ടം സഹിച്ചിട്ടാണെങ്കിലും ശരി, ഇത്തവണ ഓണത്തിന് സെയില് കൂട്ടാനുള്ള തീരുമാനത്തില്ല ഞാൻ. മൂർത്തിയുടെയും കുടുംബത്തിന്റെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ തന്നെയാ ഞാൻ നാട്ടിലേക്ക് വന്നത്. അല്ലാതെ തല താഴ്ത്തി പോകാനല്ല. അയാൾ വീണ്ടും എന്റെ കരണത്തടിച്ചു. അതെനിക്ക് മറക്കാൻ പറ്റില്ല. അച്ഛനുമായി അടുപ്പമുള്ളതിന്റെ പേരിൽ അജയ് മാമൻ എന്റെ കരണത്തടിച്ചത് ഞാൻ അച്ഛനോട് പറഞ്ഞല്ലോ. അവൻ തല്ലും നിന്നെ, കൂടുതൽ വെറുക്കും. അതിനൊക്കെ കാരണങ്ങളുണ്ട് മോനെ. ഹലോ, എന്തായി ഒളിഞ്ഞു നോക്കുന്നേ? അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നേരെ നോക്കി പോടാ. ഓ, അതെ, നമ്മൾ ഇങ്ങനെ നിന്ന് നോക്കുന്ന പ്രശ്നമാവുന്ന തോന്നുന്നു. അവർക്ക് നമിത എപ്പോഴേ മെസ്സേജ് അയച്ചു കാണും. എന്നിട്ടെന്താ വരാത്തത്? സ്വന്തം അമ്മയെ തന്നെ പറഞ്ഞു പറ്റിക്കുവാണോടാ? ഇയാളെ കാണരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേടാ? ഇയാളുമായിട്ട് ഒരു ബന്ധവും പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ട് എന്തിനാടാ രഹസ്യമായിട്ട് ഇയാളെ വന്ന് കണ്ടത്? പറയടാ. അമ്മേ, പറയാൻ അത് പറയാൻ തനിക്ക് എന്ത് അധികാരമുള്ളത്? താൻ ഇവന്റെ ആരാ? ഞാനിവന്റെ ആരാണെന്ന് എന്നെക്കാൾ നന്നായിട്ട് നിനക്കറിയാമല്ലോ ജലജെ. അറിയാടോ, മക്കൾക്ക് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി മക്കളെ ജനിപ്പിച്ചൊരച്ഛനാ താൻ. നീ മിണ്ടരുത്. നിനക്കെന്നെ അവഹേളിക്കാനുള്ള ഒരർഹതയുമില്ല. ഞാൻ എന്റെ മക്കളെ വിട്ടുപോയെങ്കിൽ അതിന് കാരണക്കാരി നീയാണ്. ഇവനോട് കള്ളക്കഥകൾ പറഞ്ഞ് ഇവരെ വിശ്വസിപ്പിച്ചാലും താൻ കാണിച്ച വഞ്ചനയുണ്ടല്ലോ, അതെന്റെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് പോകത്തില്ലടോ. നീ എന്തിനാണ് ജലജെ ഇവൻ എന്നെ കാണുന്നതിൽ ഇത്രയ്ക്കും ഭയക്കുന്നത്? എനിക്ക് ഭയമില്ലടോ. ദുഷ്ടനായ ഒരുത്തൻ എന്റെ മോനെ വഴിതെറ്റിക്കുമെന്ന ആശങ്കയുണ്ട്. അതാ ഞാൻ ഭയക്കുന്നത്. അതല്ല നിന്റെ ഭയം. നിന്റെ ഭാഗത്തെ വീഴ്ച എന്താണെന്ന് ഞാൻ ഇതുവരെ ഇവനോട് പറഞ്ഞിട്ടില്ല. പറയും, അതും പറയും, അതിന്റെ അപ്പുറവും പറയും. കള്ളങ്ങൾ പറഞ്ഞ് ഇവനെ വിശ്വസിപ്പിക്കുകയും ചെയ്യും. അതിനൊക്കെയുള്ള കഴിവുണ്ട് തന്റെ നാവിന്. ഡാ, മേലിൽ ഇയാളെ കാണരുത്. അങ്ങനെ കാണാൻ ശ്രമിച്ചാൽ നിന്നെ തളച്ചിടാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, അറപ്പോടെ നോക്കുന്ന ഇയാളെ ഇനി നീ കണ്ട, പിന്നെ നിനക്ക് ഒരു കാഴ്ച കൂടി കാണേണ്ടി വരും. നിന്റെ അമ്മ ജീവനോടെ കത്തിത്തീരുന്നത്. നടക്കട അങ്ങോട്ട്. വാ.
താൻ എന്റെ മക്കളെ വിട്ടിട്ട് പോയ ശേഷം ഒരു ശല്യത്തിന് ഞാൻ വന്നിട്ടില്ല. ദയവ് ചെയ്ത് തിരിച്ചും അങ്ങനെ ആയിരിക്കണം. അച്ഛൻ തനിക്ക് താക്കീത് തന്ന് വിട്ടതാണെന്ന് എനിക്കറിയാം. ഇനി ആ അച്ഛനെ കൊണ്ട് ഈ പ്രായത്തിൽ വേണ്ടാത്ത കർമ്മം താൻ ചെയ്യിക്കരുത്. നടക്കണം. അമ്മ കേറണം അങ്ങോട്ട്. കേറ്. അവൻ അവന്റെ അച്ഛനൊപ്പം കാറ്റുകൊള്ളാൻ വന്നതാ. എന്തായാലും അച്ഛന്റെ അബിയുടെ അവന്റെ അമ്മയുടെ ഒക്കെ മനസമാധാനം പോയി. ഏതായാലും നടക്കാൻ ഇറങ്ങിയ അമ്മയുടെ തീരുമാനം ഒരു നല്ല തീരുമാനമായി. ഇയാൾ ഇതുവരെ പോയില്ലേ? അയാള് അയാളുടെ ഫീലിങ്സ് തീർക്കാൻ വേണ്ടി നിൽക്കുമായിരിക്കും. എന്തായാലും നല്ല ശത്രുതയിലാ ഭാര്യയും ഭർത്താവും തമ്മില്. ആ ശത്രുതയുടെ കാരണം അബിയുടെ അമ്മ തന്നെയാ. അതേതാണ്ട് ആദർശേട്ടൻ കണ്ടെത്തി കഴിഞ്ഞു. ബാക്കി കുറച്ച് കഥകൾ കൂടി അറിയാനുണ്ട്. അതിന്റെ അന്വേഷണത്തിലാ ഞങ്ങൾ രണ്ടാളും. ആശ്വാസമായി, അയാൾ പോയി. ഇനി നമുക്ക് സമാധാനത്തോടെ ഒന്ന് നടക്കാം. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഇറങ്ങ്. അമ്മേ ഓ നടക്ക്. നടക്കടാ. അമ്മേ നടക്കടാ. അമ്മേ എന്താ അമ്മ ഇത്? എന്താണെന്നോ? ആങ്ങളയോട് എന്നെ ചോദിക്കും പെങ്ങള്. പറഞ്ഞു കൊടുക്കടാ. എന്താ ജലജ? ആരാന്നറിയില്ല. കുറച്ചു നേരം മുമ്പ് എനിക്കൊരു മെസ്സേജ് അയച്ചു. ഇവൻ ആ ദുഷ്ടന്റെ ഒപ്പം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്. കേട്ടത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. എന്നാലും ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞു ചെന്നപ്പോ ഇവൻ ആ നാഗേന്ദ്രന്റെ ഒപ്പം പാലത്തിൽ നിന്ന് സംസാരിക്കുന്നു. കൊല്ലണ്ടേ പിന്നെ ഇവനെ? അവനുമായിട്ട് കൂട്ടുകൂടുന്ന ഒരു മോനെ എനിക്ക് വേണ്ട. അതിന് മാത്രം എന്ത് തെറ്റാ അച്ഛൻ ചെയ്തത്? അത് പറഞ്ഞു തരണോടാ നിനക്ക്? പറഞ്ഞു തരണോ? തല്ലണോ ഇവനെ? ഈ കുടുംബത്തിനും നമ്മുടെ ജ്വല്ലറിക്കും പേരുദോഷം ഉണ്ടാക്കിയ ഒരുത്തനെ എന്തിനാടാ കാണാൻ പോയത്? നിന്റെ അമ്മായി ചോദിച്ചത് കേട്ടില്ലടാ. എന്താ നിനക്ക് മറുപടി ഇല്ലാത്തത്? എന്റെ താഴെയുള്ള അനിയെ കമ്പനിയുടെ MD ആക്കി. അവനെ കൊണ്ട് എന്നെ പുറത്താക്കിച്ചു. ജോലിയും കൂലിയും ഒന്നുമില്ലാതെ ഞാൻ പിന്നെ വീടിനകത്ത് അടയിരിക്കണോ? എന്റെ അച്ഛനാണ് AN ജ്വല്ലറിയുടെ MD എന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ അവിടേക്ക് ചെന്നത്. നീ ഇനി ഒന്നും പറയണ്ട. അവൻ തിരികെ വന്ന നാള് മുതൽ നിന്നെ നോട്ടമിട്ട് തുടങ്ങിയതാ. നീ അവന്റെ തനി സ്വരൂപമാണടാ. അത് മനസ്സിലാക്കിയിട്ടാണ് നിന്നെ കൊത്തിക്കൊണ്ടു പോകാൻ അവൻ നോക്കുന്നത്. പോകുന്നെങ്കിൽ ഒരു പോക്കങ്ങ് പോയേക്കണം. പിന്നെ തിരിച്ചു വരരുത്. ഈ അമ്മയും ഈ കുടുംബവും ഇല്ലാന്ന് കരുതി നീ ജീവിച്ചോണം. നിന്റെ മുത്തശ്ശനിതറിഞ്ഞ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് അച്ഛനെ അറിയിക്കണ ഏട്ടത്തെ. അച്ഛന് മാത്രമല്ല, ജയേട്ടനും അജയേട്ടനും കണ്ണെടുത്ത കണ്ടൂടാ അവനെ. നേരത്തെ അവനൊപ്പം കണ്ടപ്പോഴല്ലേ അജയേട്ടൻ ഇവന്റെ കരണത്ത് പൊട്ടിച്ചത്. എന്നിട്ടും പഠിച്ചില്ല, നാണം കെട്ടവൻ. ഇത്രയും നാളും നിന്നെ വളർത്തിയതും നിലനിർത്തിയതും അവനാണോടാ? പോയിക്കോ എന്റെ മുന്നീന്ന് പോ. ഇനി നീ ഇവിടെ നിന്നാ ജീവനോടെ നിന്നെ കത്തിക്കും ഞാൻ. പോടാ. അവൻ ആ ജ്വല്ലറിന്ന് ജോലി വിടാന്ന് പറഞ്ഞതാ. എന്നിട്ട് ഇപ്പോഴും വിട്ടിട്ടില്ല എന്നാ തോന്നുന്നത്. അതെങ്ങനാ? ഒരുത്തിയുണ്ട് ഇവിടെ, ഒരു മോഡൽ. അവള് വലിയ ഐശ്വര്യറായാണെന്നാ വിചാരം. ഒന്നുമല്ല. എന്നോടും ഈ കുടുംബത്തോടും പ്രതികാരം ചെയ്യാൻ വേണ്ടി അവൻ മനഃപൂർവ്വം എന്റെ മരുമോളെ തെരഞ്ഞെടുത്തതാ മോഡലായിട്ട്. അതിന്റെ പിന്നാലെ എന്റെ മോനെയും കൂട്ടിക്കൊണ്ടുപോയി എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞിട്ട്. എടി, നീയും അവനെ കാണുന്നുണ്ടോ? എന്താ അമ്മ ഇത്? അങ്ങനെ ഒരാളുടെ മുഖം പോലും എനിക്കറിയില്ല.
നീ എന്തിനാ മോളെ കുറ്റപ്പെടുത്തുന്നേ? മോൾ ഒരിക്കലേ നിന്റെ മോനെ പോലെ ആവില്ല. അത് ശരിയാ, ഞാനാണ് അവൻ എല്ലാത്തിനും വളം വെച്ചു കൊടുത്തത്. എന്നിട്ടിപ്പോ അവൻ എന്നെ തിരിഞ്ഞു കൊത്താൻ നോക്കുന്നു. അവനിപ്പോഴേ പറയാനൊരു ന്യായമുണ്ടല്ലോ. മൂർത്തീസ് ജ്വല്ലറിന്ന് അവനെ പുറത്താക്കിയെന്ന്. പക്ഷെ എന്തിനാണ് അവനെ പുറത്താക്കിയെന്ന് ഇപ്പോഴും അവൻ പറയുന്നില്ല. ഇനി നമുക്ക് നവീനും നന്ദൂട്ടനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ നമുക്ക് പിന്നെ മറ്റു ഭാരങ്ങളൊന്നും ഇല്ലല്ലോ ഗോവിന്ദേട്ടാ. അതിനി തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. തടസ്സമൊന്നും ഇല്ലാന്ന് പറഞ്ഞൂടാ. നന്ദൂട്ടന്റെ ആഗ്രഹത്തിനൊപ്പം നയനിയും നവ്യയും ഒക്കെ നിൽക്കുന്നത്. അവരുടെയൊക്കെ സംസാരത്തില് അനിയും നന്ദൂട്ടനും തമ്മിൽ ഒന്നിക്കാത്തതില് വലിയ വിഷമമുണ്ടെന്നാ എനിക്ക് മനസ്സിലായത്. അതങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ തീരുമാനം ഇനി മാറ്റരുത്. ഇപ്പൊ നീ പറഞ്ഞല്ലോ നന്ദുവിന്റെ കല്യാണം കൂടി കഴിഞ്ഞാൽ ഭാരം ഒഴിഞ്ഞു പോകുന്നു. അങ്ങനെയെങ്കിൽ നവീനുമായിട്ട് അവളുടെ കല്യാണം നടക്കണം. അതിന് പകരം നന്ദു അനന്തപുരിലോട്ട് ചെന്ന് കഴിഞ്ഞാലേ വീണ്ടും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. നവ്യമോളെ, മോള് പോവാണോ? പോയല്ലേ പറ്റൂ. ഞാൻ കളിച്ച നാടകത്തിന്റെ ഒരു ഭാഗം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരുപാട് ബാക്കിയാ. അഭിയോട് തിരികെ ചെല്ലാന്ന് പറഞ്ഞ സമയപരിധി കഴിഞ്ഞു. ഇനി ചെന്നില്ലെങ്കിലേ അവൻ സംശയിക്കും. അവനെ കെട്ടുകെട്ടിക്കുന്നവരെ ഞാൻ പിടിക്കപ്പെടാൻ പാടില്ലമ്മേ. എന്നാ പിന്നെ മോൾ ഇറങ്ങിക്കോ. വാവേ, മോൻ പോവാണോ? അച്ഛമ്മയുടെ മുത്തു പോവാണോ? അമ്മ എടുത്തു വാ. നീ അങ്ങ് വരില്ലേ നയനെ? ആദർശേട്ടൻ വന്നു കഴിഞ്ഞാൽ ഞാനും ഇറങ്ങും. എന്നെ ഓർത്ത്, എന്റെ ഭാവി ഓർത്ത് അച്ഛനും അമ്മയും വിഷമിക്കരുത്. അനന്തപുരിയിലെ മരുമകളായി ജീവിക്കുന്നിടത്തോളം കാലം എനിക്കും എന്റെ കുഞ്ഞിനും ഒരു കുറവും ഉണ്ടാവില്ല. ഓ പോവാടാ, ഞങ്ങൾ പോയിട്ട് വരാം. ശരി മോളെ. ടാറ്റ കൊടുത്തേ. ടാറ്റ ടാറ്റ. ടാറ്റാ. പോവാടാ. നവ്യ പറഞ്ഞ പോലെ അവൾക്ക് കുറച്ച് സ്വാർത്ഥത ഉണ്ടായിരുന്നു. അത് മാറ്റാൻ വേണ്ടിയായിരിക്കും ദൈവങ്ങൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കൊടുക്കുന്നത്. എന്നാലും ഗോവിന്ദേട്ടാ, ഇത് വല്ലാത്തൊരു പരീക്ഷണമായിപ്പോയി. ഒരു പെൺകുട്ടിക്കും സഹിക്കാൻ പറ്റാത്ത പരീക്ഷണമായിപ്പോയി. നാഗേന്ദ്രന്റെ ജ്വല്ലറിയില് നവ്യ മോഡലായി പോയതിനു ശേഷം നമുക്കെല്ലാവർക്കും എന്തൊരു ദേഷ്യമായിരുന്നു അവളോട്. സത്യം പറഞ്ഞ അവളെ പഴിച്ചതിനും വഴക്കു പറഞ്ഞതിനും ഒക്കെ ഇപ്പൊ വലിയ വിഷമം തോന്നുക. അതിന് വിഷമിക്കാതെ പരിഹാരം കാണുക വേണ്ടത്. അവൾ അഭിനയത്തോട് താല്പര്യമുള്ള കുട്ടിയാ. അതുകൊണ്ട് മോഡലിങ്ങിന് പോവുകയാണെങ്കിൽ അത് നമ്മൾ വിലക്കണ്ട. എന്തായാലും AN ജ്വല്ലറിയായുള്ള കരാറൊക്കെ ഉടൻ തന്നെ അവൾ റദ്ദാക്കുമല്ലോ. അപ്പൊ ഈ കുറച്ചുകൂടെ വട്ടം കറക്കിയിട്ടേ ഈ നാടകം അവസാനിപ്പിക്കത്തുള്ളെന്ന് അവള് പറയുന്നേ. അത് മതി. അവന്റെ കൂടെ നിന്ന് അവന്റെയും അവന്റെ അച്ഛന്റെയും രഹസ്യങ്ങൾ അവൾ ചോർത്തട്ടെ. അമ്മയും മോനെ എത്തിയല്ലോ. മോനെ അനന്തപത്മനാഭ. എന്തായി മോളെ വീട്ടിൽ പോയിട്ട്? കുറെ നാളുകൾക്ക് ശേഷേ എന്റെ അച്ഛനും അമ്മയും അനിയത്തിമാരുമായിട്ട് സന്തോഷത്തോടെ ഉറങ്ങിയും കഴിഞ്ഞു. പിന്നെ ഞങ്ങള് പഴയ പോലെ രാവിലെ നടക്കാനൊക്കെ പോയി. നല്ലൊരു തല്ലും കണ്ടു. തല്ലോ? ഞങ്ങള് നടക്കാൻ പോയപ്പോഴേ 2 തല്ലിപ്പൊളികള് ഞങ്ങളെ കമന്റ് അടിച്ചു. അവന്മാർക്ക് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് നന്ദു. അപ്പൊ മൊത്തത്തിൽ എല്ലാരും മനസ്സ് തുറന്ന് സന്തോഷിച്ചല്ലേ? അതെ. പിന്നെ നയനയും കുറച്ചു കഴിഞ്ഞ് വരുന്നാ പറഞ്ഞേ. ഇപ്പോഴത്തെ അവളുടെ അവസ്ഥയിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് നല്ലതാ. ഒരു കുടുംബമാകുമ്പോ സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കും, തല്ലിപ്പിരിയും. പക്ഷേ കുറച്ചു കഴിയുമ്പോ അവരൊക്കെ ഒന്നാവും. അങ്ങനെ ഒന്നാവണം. എങ്കിലേ അതിനെ കുടുംബമെന്ന് വിളിക്കാൻ പറ്റൂ. മോൾ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് മോളെക്കുറിച്ച് തന്നെയാ സംസാരിച്ചത്. മോൾക്കുണ്ടായ എല്ലാ നഷ്ടത്തിനും ഞങ്ങൾ പരിഹാരം കണ്ടിരിക്കും.
പക്ഷേ ഇനി അവൻ അവൻ്റെ അച്ഛനുമായി കൂട്ടുകൂടി നമുക്കോ നമ്മുടെ ബിസിനസ്സിനോ ഭീഷണിയാവരുത് മോളെ. ആ രീതിയിൽ മോൾ അവനെ തളയ്ക്കണം. നാഗേന്ദ്രൻ അച്ഛൻ ഈ വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി മിക്കവാറും നിന്റെ അമ്മ തന്നെ ആയിരിക്കും. നിന്നെ പോലൊരു പെണ്ണിന് നവീനെ പോലൊരു പയ്യനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? അതുപോലൊരു കുടുംബത്തിലോട്ട് കയറി ചെല്ലാൻ മാത്രം നിനക്ക് എന്താ യോഗ്യതയുള്ളത്? എനിക്ക് ഒരു യോഗ്യതയില്ല. അതുകൊണ്ടാണല്ലോ അവിടേക്ക് പോണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അച്ഛൻ പാവമായിരിക്കും, അമ്മ തന്നെ ആയിരിക്കും എന്തേലുമൊക്കെ തെറ്റ് ചെയ്തത്. എടീ